ജോലി ചെയ്യുന്ന പ്രവാസി മലയാളികൾക്കും സ്റ്റുഡന്റ് വിസ കഴിഞ്ഞ് വിസ സ്പോൺസർഷിപ്പിനായി ശ്രമിക്കുന്ന മലയാളി വിദ്യാർത്ഥികൾക്കും കടുത്ത ഞെട്ടൽ നൽകിക്കൊണ്ട് UK ഹോം ഓഫീസിൽ നിന്നും അത്യന്തം ഗൗരവമേറിയ ഇമിഗ്രേഷൻ വിവരങ്ങൾ പുറത്തുവരുന്നു. UKയിലെ വിദേശ ജീവനക്കാർക്ക് വിസ സ്പോൺസർഷിപ്പ് നൽകിയിരുന്ന ചെറുകിട സ്ഥാപനങ്ങളുടെയും സ്പോൺസർ ലൈസൻസുകളുടെയും മേൽ ബ്രിട്ടീഷ് സർക്കാർ നടപ്പിലാക്കുന്ന കർശനമായ പരിശോധനകളും നയമാറ്റങ്ങളുമാണ് പ്രവാസി സമൂഹത്തിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിരിക്കുന്നത്. മുൻകാലങ്ങളിൽ എളുപ്പത്തിൽ വിസ ലഭ്യമായിരുന്ന തദ്ദേശീയ ഗ്രോസറി ഷോപ്പുകൾ, കാർ വാഷ് സെന്ററുകൾ, ബാർബർ ഷോപ്പുകൾ, ചെറിയ IT കൺസൾട്ടൻസി ഫേമുകൾ എന്നിവയ്ക്ക് UK ഹോം ഓഫീസ് നൽകിയിരുന്ന സ്പോൺസർ ലൈസൻസുകൾ കൂട്ടത്തോടെ റദ്ദാക്കുകയോ സസ്പെൻഡ് ചെയ്യുകയോ ചെയ്യുന്ന നടപടികളാണ് നിലവിൽ പുരോഗമിക്കുന്നത്. UKയിൽ പോയിന്റ് ബേസ്ഡ് ഇമിഗ്രേഷൻ സിസ്റ്റം നിലവിൽ വന്നതിന് ശേഷം 10,000-കണക്കിന് ഇന്ത്യൻ പ്രവാസികളാണ് സ്കിൽഡ് വർക്കർ വിസ വഴിയും ഹെൽത്ത് ആൻഡ് കെയർ വിസ വഴിയും UKയിലേക്ക് കുടിയേറിയത്. പ്രത്യേകിച്ചും മുൻപ് പ്രാബല്യത്തിലുണ്ടായിരുന്ന ഇളവുകൾ പ്രയോജനപ്പെടുത്തി കുറഞ്ഞ വരുമാന പരിധിയിൽ വിസ സ്പോൺസർഷിപ്പ് നൽകാൻ ഈ ചെറുകിട സ്ഥാപനങ്ങൾക്ക് സാധിച്ചിരുന്നു. എന്നാൽ ഇമിഗ്രേഷൻ നിരക്കുകൾ കുത്തനെ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ UK പ്രധാനമന്ത്രിയും ഹോം ഓഫീസും നടപ്പിലാക്കുന്ന പുതിയ ചട്ടങ്ങൾ പ്രകാരം വിസ സ്പോൺസർ ചെയ്യുന്ന സ്ഥാപനങ്ങൾ കർശനമായ ഹോം ഓഫീസ് ഓഡിറ്റിംഗിന് വിധേയമാകേണ്ടതുണ്ട്. സ്ഥാപനത്തിന്റെ യഥാർത്ഥ പ്രവർത്തനങ്ങൾ, സാമ്പത്തിക രേഖകൾ, ജീവനക്കാരുടെ ശമ്പള വിവരങ്ങൾ, നികുതി അടവുകൾ എന്നിവ ഹോം ഓഫീസ് ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി പരിശോധിക്കുന്നുണ്ട്. ഈ പരിശോധനയിൽ വലിയ ക്രമക്കേടുകളാണ് പല ചെറുകിട സ്ഥാപനങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ളത്. വ്യാജമായ റോളുകൾ സൃഷ്ടിച്ച് സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് അഥവാ COS വിൽക്കുന്ന പ്രവണതയും യഥാർത്ഥത്തിൽ ജോലിയില്ലാത്ത സ്ഥാപനങ്ങളിൽ വിസ നൽകി ആളുകളെ എത്തിക്കുന്ന രീതിയും ഹോം ഓഫീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ചട്ടലംഘനങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളുടെ A റേറ്റഡ് സ്പോൺസർ ലൈസൻസുകൾ റദ്ദാക്കുകയോ അല്ലെങ്കിൽ B റേറ്റിംഗിലേക്ക് താഴ്ത്തുകയോ ചെയ്യുന്നു. B റേറ്റിംഗിലേക്ക് മാറ്റപ്പെടുന്ന സ്ഥാപനങ്ങൾക്ക് പുതിയ ജീവനക്കാർക്ക് വിസ നൽകാനുള്ള അധികാരം നഷ്ടപ്പെടും. ഒരു സ്ഥാപനത്തിന്റെ സ്പോൺസർ ലൈസൻസ് പൂർണ്ണമായി റദ്ദാക്കപ്പെട്ടാൽ അവിടെ വിസ സ്പോൺസർഷിപ്പിൽ ജോലി ചെയ്യുന്ന മലയാളി ജീവനക്കാരുടെയും വിസ സ്റ്റേറ്റസ് നേരിട്ട് അപകടത്തിലാകും. സ്പോൺസർ ലൈസൻസ് റദ്ദാക്കപ്പെടുന്നതോടെ നിലവിലുള്ള ജീവനക്കാർക്ക് രാജ്യത്ത് തുടരാൻ ഹോം ഓഫീസ് പരമാവധി 60 ദിവസത്തെ സമയപരിധി അഥവാ ഗ്രേസ് പീരീഡ് മാത്രമാണ് അനുവദിക്കുന്നത്. ഈ 60 ദിവസത്തിനുള്ളിൽ പുതിയ ലൈസൻസ് ഉള്ള ഒരു തൊഴിൽദാതാവിനെ കണ്ടെത്താനോ അല്ലെങ്കിൽ മറ്റ് വിസ കാറ്റഗറിയിലേക്ക് മാറാനോ സാധിച്ചില്ലെങ്കിൽ പ്രവാസികൾക്ക് UK വിട്ടു പോകേണ്ടി വരും. UKയിൽ ദീർഘകാലം ജോലി ചെയ്ത് ILR സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന പ്രവാസികൾക്ക് ഇത് കടുത്ത തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത്. ദീർഘകാലമായി തുടരുന്ന അവരുടെ കുടിയേറ്റ സ്വപ്നങ്ങളെയും UKയിലെ റെസിഡൻസി പ്രോസസ്സിംഗിനെയും ഇത് പൂർണ്ണമായി തടസ്സപ്പെടുത്തുന്നു. ഇതിനു പുറമെ UK സ്കിൽഡ് വർക്കർ വിസയ്ക്കുള്ള കുറഞ്ഞ വാർഷിക ശമ്പള പരിധി ഉയർത്തിയതും ഇന്ത്യൻ പ്രൊഫഷണലുകളെയും വിദ്യാർത്ഥികളെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു. നിലവിൽ ഒരു സാധാരണ സ്കിൽഡ് വർക്കർ വിസ ലഭ്യമാകണമെങ്കിൽ ജീവനക്കാരന് പ്രതിവർഷം കുറഞ്ഞത് 41,700 പൗണ്ട് ശമ്പളം ഉണ്ടായിരിക്കണം. മുൻപുണ്ടായിരുന്ന വരുമാന പരിധിയേക്കാൾ വലിയ വർധനവാണ് ഇതിലൂടെ വന്നിരിക്കുന്നത്. ഇത്രയും ഉയർന്ന ശമ്പളം നൽകാൻ പല ചെറുകിട ബിസിനസ് സ്ഥാപനങ്ങൾക്കും സാധിക്കില്ല എന്നതിനാൽ അവർ ഇന്റർനാഷണൽ ജീവനക്കാരെ സ്പോൺസർ ചെയ്യുന്നതിൽ നിന്നും പിന്നോട്ട് പോവുകയാണ്. വിദേശ ജീവനക്കാരുടെ തൊഴിൽ ചെലവ് വർദ്ധിച്ചതോടെ UKയിൽ ചെറുതും ഇടത്തരവുമായ സ്ഥാപനങ്ങൾ പ്രാദേശിക ജീവനക്കാരെ മാത്രം നിയമിക്കുന്ന നയത്തിലേക്ക് മാറുകയാണ്. അതുപോലെ തന്നെ UKയിലെ വിവിധ സർവകലാശാലകളിൽ പഠനം പൂർത്തിയാക്കുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ഗ്രാജുവേറ്റ് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയുടെ കാലാവധി കഴിയുമ്പോൾ സ്കിൽഡ് വർക്കർ വിസയിലേക്ക് മാറുക എന്നത് ഇപ്പോൾ അതീവ ദുഷ്കരമായി മാറി. വ്യാജ ഏജന്റുമാർ മുഖേന ലക്ഷക്കണക്കിന് രൂപ നൽകി സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് വാങ്ങാൻ ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾ വഞ്ചിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പണം നൽകി വാങ്ങുന്ന COS ഉപയോഗിച്ച് വിസ നേടിയാലും ആ സ്ഥാപനത്തിന്റെ ലൈസൻസ് ഹോം ഓഫീസ് റദ്ദാക്കിയാൽ വിസ റദ്ദാക്കുകയും വിദേശത്ത് പണം നഷ്ടപ്പെടുന്ന ഭീകരമായ അവസ്ഥയിൽ പ്രവാസികൾ എത്തിപ്പെടുകയും ചെയ്യും. കൂടാതെ UKയിൽ വിസ സ്പോൺസർഷിപ്പ് നൽകുന്ന തൊഴിൽദാതാക്കൾ അടയ്ക്കേണ്ട ഇമിഗ്രേഷൻ സ്കിൽഡ് ചാർജ്, സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് ഫീസുകൾ, ജീവനക്കാർ നൽകേണ്ട ഇമിഗ്രേഷൻ ഹെൽത്ത് സർചാർജ് എന്നിവയും വലിയ തുകയായി ഉയർത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ പുതിയ വിസ അപേക്ഷകർക്ക് ഇംഗ്ലീഷ് ഭാഷാ യോഗ്യതയിൽ B2 ലെവൽ നിർബന്ധമാക്കിയതും അപേക്ഷകരുടെ വെല്ലുവിളി ഇരട്ടിയാക്കുന്നു. കെയർ സെക്ടറിലും ഹെൽത്ത് സെക്ടറിലും ഉള്ള വിസകൾക്കും കുടുംബാംഗങ്ങളെ ഡിപ്പെൻഡന്റ് ആയി കൊണ്ടുവരുന്നതിനും മുമ്പ് തന്നെ വിലക്കുകൾ ഏർപ്പെടുത്തിയിട്ടുള്ള സാഹചര്യത്തിൽ UKയിലെ ഇമിഗ്രേഷൻ അന്തരീക്ഷം ചരിത്രത്തിലില്ലാത്ത വിധം കർശനമാക്കിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ UKയിൽ ജോലി ചെയ്യുന്ന മലയാളി ജീവനക്കാരും പുതുതായി ജോലി തിരയുന്ന പ്രവാസികളും ചില നിർണായകമായ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഒന്നാമതായി, നിങ്ങളുടെ തൊഴിൽദാതാവ് ഹോം ഓഫീസിന്റെ
ഒഫീഷ്യൽ രജിസ്റ്റർ ഓഫ് ലൈസൻസ്ഡ് സ്പോൺസേഴ്സ് ലിസ്റ്റിൽ കൃത്യമായി ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും അവരുടെ ലൈസൻസ് എ റേറ്റഡ് ആയി നിലനിൽക്കുന്നുണ്ടോ എന്നും ഉറപ്പുവരുത്തുക. രണ്ടാമതായി, വ്യാജ ഏജന്റുമാർക്കോ ഇടനിലക്കാർക്കോ വിസ സ്പോൺസർഷിപ്പിനായി പണം നൽകുന്നത് UK നിയമപ്രകാരം ഗുരുതരമായ കുറ്റമാണെന്ന് തിരിച്ചറിയുക. നിങ്ങളുടെ സ്ഥാപനത്തിൽ ഹോം ഓഫീസ് അപ്രതീക്ഷിത ഓഡിറ്റ് നടത്തിയാൽ ഹാജരാക്കാൻ പാകത്തിന് നിങ്ങളുടെ കൃത്യമായ പേറോൾ വിവരങ്ങളും ശമ്പള സ്ലിപ്പുകളും ബാങ്ക് ട്രാൻസ്ഫർ രേഖകളും ടാക്സ് സർട്ടിഫിക്കറ്റുകളും എപ്പോഴും സജ്ജമാക്കി വെക്കുക. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ലൈസൻസിന് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അനുഭവപ്പെട്ടാൽ മുൻകൂട്ടി തന്നെ എ റേറ്റഡ് ലൈസൻസ് ഉള്ള മറ്റ് വൻകിട കമ്പനികളിലേക്ക് തൊഴിലവസരങ്ങൾ കണ്ടെത്തി മാറുന്നത് നിങ്ങളുടെ വിസ സ്റ്റേറ്റസ് സംരക്ഷിക്കാൻ സാധിക്കും. UK ഇമിഗ്രേഷൻ നയത്തിലെ ഇത്തരത്തിലുള്ള സുപ്രധാന വിവരങ്ങളും നിയമപരമായ മുന്നറിയിപ്പുകളും കൃത്യമായി അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.